ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്തൊരു ഹാഫ് ഡേ വ്ളോഗ് എന്നൊക്കെ പറയാം. ഞാൻ രാവിലെ തന്നെ കാപ്പിയും കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് തൂക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മോളെ കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നീരുക്കുട്ടനെ കുളിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഫുള്ള് നനയും. അതുകൊണ്ട് ഞാനും കൂടെ അങ്ങ് കുളിക്കും കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എപ്പോഴും അവളെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തിയിരിക്കും കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരിക്കുള്ളൂ, പിന്നെ അവൾ അങ്ങ് വയലൻ്റ് ആവും. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, തറയിലങ്ങ് ഇറക്കി വിട്ടു കൊടുക്കും. അപ്പോൾ തറയിലൊക്കെ എഴഞ്ഞെഴഞ്ഞ് നടക്കും. പിന്നെ എല്ലാത്തിലും പിടിച്ച് കയറക്കണം കേട്ടോ. സോഫയിലായാലും മേശയിലാണെങ്കിലും എല്ലാത്തിലും പിടിച്ച് എണീറ്റ് നിൽക്കും. അപ്പോൾ എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവൾ അങ്ങ് കൈ വിട്ട് കൊടുക്കും. അപ്പോൾ വീഴുമല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ കൂടെ ഇരുത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് എൻ്റെ അടുത്ത് തന്നെ അങ്ങ് ഇരുത്തിയിരിക്കും. പിന്നെ ഞാൻ കൂടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവളെ പിറകെ നടക്കുമല്ലോ. അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇന്ന് ആദ്യം തന്നെ തീയലുണ്ടാക്കാമെന്ന് കരുതി. ഉള്ളിത്തീയലുണ്ടാക്കാൻ വേണ്ടിയുള്ള വറുത്തരയ്ക്കൽ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വറുത്തരച്ച് വെച്ചിട്ട് ഞാൻ നേരെ പോയത് തുണി കഴുകാനിട്ടിരുന്നു. അപ്പോൾ അതെടുത്ത് വിരിക്കാനാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ പറയുക, വാഷിംഗ് മെഷീൻ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചത് എൻ്റെ നിർബന്ധപ്രകാരമാണെന്ന് പറയാം. പക്ഷെ എനിക്കെന്തോ വാങ്ങണ്ടായിരുന്നു. ഒരു പണി എളുപ്പമായി എന്നല്ലാതെ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റായിട്ട് വൃത്തിയാകുന്നത് പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ ഇപ്പോൾ ക്വിക്ക് വാഷ് ഇട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ വാഷ് ചെയ്യുന്നത്. മറ്റേത് ടൈം എടുക്കും, വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അങ്ങോട്ട് ഒരു വൃത്തിയാകുന്ന പോലെയല്ല. ക്വിക്ക് വാഷ് ചെയ്യുമ്പോൾ പിന്നും വൃത്തിയാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ചേട്ടൻ്റെ ജീൻസിൻ്റെ പാൻറ്റ് അതൊക്കെ ഇടും. പിന്നെ രണ്ടാമത്തേൽ ഷർട്ട് അങ്ങനത്തെ ഇടും. പിന്നെ മൂന്നാമത്തേൽ ചിലപ്പോൾ 2 സെക്ഷനേ വരത്തുള്ളൂ കേട്ടോ ചില സമയത്തൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ മോളുടെയും കൂടെ ഡ്രസ്സ് സെപ്പറേറ്റ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ എൻ്റെതും കൂടെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഇപ്പം ഞാൻ എന്ത് ചെയ്താലും അവൾ മോളെന്ന് പറയുമ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ ഞാനിപ്പം എന്തെങ്കിലും ഒരു പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ അവളും അതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ട് തുടയ്ക്കും തറയൊക്കെ. അതുപോലെ ഞാൻ ഇപ്പം തുണി വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ നൂത്തിട്ടിട്ട് കുടഞ്ഞപ്പോൾ അവളും അതുപോലെ വന്നിരുന്ന് കുടയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് ലൈഫ് മൊമെൻറ്റ്സ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തീയൽ വയ്ക്കാൻ എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും കറി വയ്ക്കാൻ എടുക്കുമ്പോഴായിരിക്കും അയ്യോ കറിവേപ്പില എടുത്തില്ലല്ലോ എന്നെടുത്തിട്ട് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരും. ചിലപ്പം വെളിയിലിറങ്ങാനുള്ള മടി കാരണം എടുക്കാറുമില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ചില സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ അയ്യോ ഇവള് പിറകെ വന്നാലോ, മോള് പിറകെ വരും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പുറത്ത് പോകുമ്പോൾ അവൾ എൻ്റെ കൂടെ ഈ അടുക്കളയിൽ നിന്ന് നേരെ അങ്ങ് ഹാളും കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ വരും. അതിനു മുമ്പ് ഞാൻ എടുത്തിട്ട് വരും, എന്നാലും അവൾ പിറകേ വരും കേട്ടോ. ഇപ്പോൾ നീരുക്കുട്ടന് ഏറ്റവും കൂടുതലും പേടിയുള്ള സാധനം എന്ന് പറയുമ്പോൾ മിക്സിയാണ് കേട്ടോ. മിക്സി, കുക്കറൊക്കെ. ഇപ്പം എന്തെങ്കിലും വികൃതിയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയും ഇതാ മിക്സി ഓണാക്കാൻ പോവുകയാണേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സൈലൻ്റായിട്ടിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ തീയലിന് വേണ്ടിയിട്ട് മിക്സി ഒന്ന് ഓണാക്കിയതിൻ്റെ പേരിലാണ് കേട്ടോ ഈ ചുണ്ടൊക്കെ മലത്തി വെച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എൻ്റെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഒക്കെ എന്തൊരു പേടിയാണ്. വേറെ ഒന്നും നമുക്ക് പേടിയില്ല കേട്ടോ. വേറെ ഒരു ഇതും നമുക്ക് പേടിയില്ല. നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞാലും ഒക്കെ എന്നുള്ള അർത്ഥമാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡ് കൊടുക്കലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, 12:30 മണിക്കൊക്കെ ഇരുന്നിട്ട് 2:30 മണി 3 മണി ഒക്കെ ആവും ഞാൻ സത്യം പറഞ്ഞാൽ കൊടുത്ത് തീരുമ്പോൾ. ചില സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ എനിക്കുള്ള ഫുഡും കൂടെ എടുത്ത് വയ്ക്കും. ചില ടൈമിൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ടിരിക്കും. അപ്പോൾ അവൾ എന്തായാലും കുറച്ച് അതിൽ ബാലൻസ് വെച്ചേക്കുമല്ലോ. ആ ഫുഡ് ഞാൻ കഴിച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്ക് മോൾക്ക് ഉറക്കമൊക്കെ വരും. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഉറക്കം വരും. പിന്നെ ഞാൻ അവളെ ഉറക്കാൻ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ചില ദിവസം സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ മറന്നു പോകും. വൈകിട്ട് വിശക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ എന്ത് പറ്റി, ആഹാരം കഴിച്ചില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു റൂമെന്ന് പറയുമ്പോൾ ആകെ ഭയങ്കര എന്താ പറയുക, ഞങ്ങളുടെ എല്ലാ വേസ്റ്റും ഉണ്ട്. ചേട്ടൻ കുറേ ജിമ്മിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചത് അതിൻ്റെ അകത്താണ്. എൻ്റെ മെഷീൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മഴ ടൈം തുടങ്ങിയപ്പം ഞാൻ ഇവിടെ 2-3 അശാണൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതാകുമ്പം മോളുടെ തുണിയാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉണങ്ങി കിട്ടാനുള്ള തുണികളൊക്കെ അതിലിട്ടാൽ കുഴപ്പമില്ലാതെ ഉണങ്ങി കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ അടുക്കി പറക്കി വയ്ക്കും, അവളെല്ലാം വാരി വലിച്ചിടും. അതാണ് അവസ്ഥ. ഞാൻ എല്ലാം എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അവളെല്ലാം തിരിച്ച് അതേ പൊസിഷനിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് കിടന്ന്
ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പം ഞങ്ങൾ തലേദിവസം സാധനങ്ങൾ വാങ്ങാൻ പോയായിരുന്നു കേട്ടോ, ഗ്രോസറി സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം എടുത്തു വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പം കുറച്ചൊക്കെ എടുത്തു വയ്ക്കാൻ അവൾ ഓക്കെ ആയിരുന്നു, സമ്മതിക്കും. പിന്നെ ആശത്തി ഇത്തിരി വയലൻ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മോക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ വിശേഷമെന്ന് വെച്ചാൽ ഒരു ചെറിയ വിശേഷം. നെക്സ്റ്റ് മന്ത് മോക്ക് ബർത്ത്ഡേ ആണ്. അപ്പോൾ 1 വയസ്സാവുകയാണ്. അപ്പം ഞങ്ങൾ അവൾക്ക് കുറച്ച് ഡ്രസ്സ്, അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ, അങ്ങനെ സ്പെഷ്യലായിട്ട് അതിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലൊന്നുമല്ല, ഞങ്ങളല്ലാതെ കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ രാമചന്ദ്രയിലാണ് കേട്ടോ പോയത്, ആറ്റിങ്ങിലുള്ള രാമചന്ദ്രയിൽ. അവിടെ അത്യാവശ്യം എന്താ പറയുക, ഞങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല തുണിയാണ് കേട്ടോ അവിടുത്തെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയെടുക്കണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ അവിടെ പോകാനുള്ള വേറെ കാര്യം എന്ന് പറയുമ്പോൾ, അവിടെ പോയപ്പോൾ എനിക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ചേട്ടൻ എന്തെങ്കിലും എടുക്കണമെന്ന് തോന്നിയാൽ അവിടെ നിന്ന് എടുക്കാം, ആ ഒരു ഇതിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അവൾക്ക് മോക്ക് വേണ്ടിയിട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവിടെ വാക്കർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാക്കർ ഇരുത്തി നോക്കി. അപ്പോൾ അവൾ അതിൽ ഓക്കെയാണ്. പക്ഷേ അതിനെന്തോ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത് എടുത്തില്ല കേട്ടോ. അതിൻ്റെ എന്തോ വീലിനെന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ അത് എടുക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് എനിക്ക് 2-3 ടോപ്പൊക്കെ എടുത്തു കേട്ടോ. 2 ടോപ്പ് എടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ 3-4 ട്രയലൊക്കെ നോക്കിയായിരുന്നു. ട്രയൽ റൂമിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ട്രയൽ നോക്കാൻ നിന്നില്ല കേട്ടോ. ആ ഒരു സൈസ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ചേട്ടൻ്റെ വല്യമ്മയുടെ അവിടെ ഞങ്ങൾ എണ്ണ വാങ്ങി വെച്ചേക്കായിരുന്നു കേട്ടോ. നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതവിടെ വാങ്ങി വെച്ചേക്കായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങാം അവിടെ. പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെളിച്ചെണ്ണയാണ് തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവരവിടെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.